അവരുടെ പ്രാർത്ഥന കഴിഞ്ഞിട്ടില്ല. ആ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കാൻ ഒരു സന്തോഷം തോന്നി. എന്നിരുന്നാലും തിരക്കായി. ആ തിരക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ പുറത്തിറങ്ങിയാലും നമുക്ക് കാണാൻ ധാരാളം കാഴ്ചകളുണ്ട്. ഇതാ അവരുടെ ഉള്ളിലെ വേറൊരു സ്ഥലത്ത് ഞാൻ എത്തി. അവിടെ കാണിച്ചിരിക്കുന്നത് ഡീപ്പൻ മോണസ്ട്രിയുടെ ഒരു മോഡലാണ്. അത് തിബറ്റിലാണ്. അവിടെയാണ് ദലൈലാമ താമസിച്ചിരുന്നത്. ആ മോഡൽ കണ്ടാൽ നമുക്ക് തിബറ്റിലൊന്ന് പോകാൻ തോന്നും. പക്ഷേ നമ്മളിപ്പോൾ കൊണ്ടുപോകുമ്പോൾ ഇല്ലയോ, ചൈനയുടെ കയ്യിലാണല്ലോ. ഇതാ നോക്കൂ, ആ മോഡൽ ഒരു മലയുടെ ചുവട്ടിൽ എത്ര മനോഹരമായാണ് അവരുടെ മോണസ്ട്രി പണിത് താമസിച്ചിരുന്നത്. ഇത് കണ്ടാൽ നമുക്കൊരു ആകർഷണം തോന്നില്ലേ? കുറച്ച് ദിവസം അവിടെ പോയി താമസിക്കാൻ. അതെ, നിങ്ങൾ മൈസൂർ പോകുന്നുണ്ടെങ്കിൽ കുശാൽ നഗറിലേക്കും പോകണം. കുശാൽ നഗർ മൈസൂരിൽ നിന്ന് 88 കിലോമീറ്റർ ഉണ്ട്. കുശാൽ നഗറിൽ താമസിക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ മട്ടേരിയിൽ താമസിക്കണം. അവിടെ നിന്ന് 30 കിലോമീറ്റർ വീണ്ടും മൈസൂരിലേക്ക് പോകുമ്പോൾ ഈ കുശാൽ നഗറിൽ ഇറങ്ങി ഈ മോണസ്ട്രി എങ്കിലും കാണണം. അത്രയും ആകർഷണമാണ്. അതും പുറമെ ഒരു പ്രത്യേക രീതിയിലുള്ള ബുദ്ധന്മാരുടെ ആചാരങ്ങളും പ്രാർത്ഥനകളും നമുക്ക് കാണാമല്ലോ. ഇവിടെ അവരുടെ വസ്തുക്കൾ കിട്ടുന്ന ഷോപ്പിംഗ് മാളുകളുമുണ്ട്. വളരെ അധികം ഭംഗിയുള്ള ഷോപ്പിംഗ് മാൾ. തൈവാനിലെ സാമഗ്രികളും ഈ പാത്രങ്ങളൊക്കെ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. മൺപാത്രങ്ങളായതുകൊണ്ട് മേടിച്ചു കൊണ്ടുവരാൻ ഒരു വിശ്വാസമില്ലായ്മ. പോരുന്ന വഴി പൊട്ടിയാലോ നമ്മുടെ സാമ്പത്തികം പോവുക തന്നെ ചെയ്യും. അതും കാറിന് പോണവർക്കൊക്കെ മേടിച്ചുകൊണ്ട് വരാം. ട്രെയിനിലും ബസ്സിലൊക്കെ കയറി വരുന്നവർ, അതും എന്നെ പോലെയുള്ളവർ മേടിച്ചാൽ അത് വീട്ടിലെത്തുമെന്ന് ഒരു ഉറപ്പുമില്ല. അതുകൊണ്ട് ഞാൻ അതൊന്നും മേടിച്ചില്ല. എന്നാലും ഞാനൊരു പേഴ്സും ഒരു പാൻസും മേടിച്ചു. വളരെ വില കുറഞ്ഞ തുച്ഛ വില. ഇതാ അമ്പലത്തിലേക്കുള്ള ഗേറ്റ് നോക്കൂ. ഈ ഗേറ്റ് കിടന്നാണ് ആ അമ്പലം കാണുന്നത്. ഞാൻ അവിടുന്ന് മൈസൂരെത്തി. ഈ നാട്ടിലേക്കുള്ള യാത്രയാണ്. ഞാൻ നേരെ ബസ് സ്റ്റോപ്പിലെത്തിയപ്പോൾ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തു. 8:30-ക്കാണ് എൻ്റെ ബസ്. അതും കോഴിക്കോടേക്ക്. ഞാൻ 9 വരെ മൈസൂർ പട്ടണം കാണാൻ വേണ്ടി ഇറങ്ങി നടന്നു. സമയം 7 മണി കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും 9 മണി വരെ എനിക്ക് നടക്കാം. 9:30-ക്കുള്ള ട്രെയിൻ. ഞാൻ അങ്ങനെ നടന്ന് കണ്ട മൈസൂർ പാലസിൻ്റെ മുൻവശമാണ്. ഇവിടെ മനുഷ്യരാരുമില്ല. വൈകുന്നേരം രാത്രിയായ ടൂറിസ്റ്റുകൾ ആരും ഉണ്ടാവില്ലല്ലോ. ഇവിടെ എല്ലാം ടൂറിസ്റ്റുകളുടെ കേന്ദ്രമാണ്. ടൂറിസ്റ്റുകൾ ആരുമില്ലേ? ഇവിടെ മനുഷ്യരുമില്ല. ഇവിടെ 2 അമ്പലമുണ്ടായിരുന്നു. അമ്പലത്തിൽ പോലും ആളില്ല. ഇതാണ് ഒരു അമ്പലം. 2 വശത്തും അമ്പലങ്ങളുണ്ട്. പണ്ടത്തെ രാജാവിൻ്റെ അമ്പലമായിരിക്കും. ഈ ഭാഗത്തുള്ള പ്രതിമകൾ അത് നല്ല ഭംഗിയുള്ള പ്രതിമകളാണ്.
അത് നല്ല വിശാലമായ സർക്കിളിനകത്ത്. ഇവിടെ സിഗ്നൽ ലൈറ്റൊന്നും വേണ്ട, ഇതുപോലെ വിശാലമായ റൗണ്ട് ഉള്ളതുകൊണ്ട് ഞാൻ അതിൽ നടന്നു. 8:30 ആയപ്പോൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്ന് അവിടെ കണ്ട ഒരു ഹോട്ടലിൽ കയറി കുറേ നേരം ഇരുന്ന് വിശ്രമിച്ചു. ഒരു നെയ് റോസ്റ്റും തിന്നു. ഞാൻ ബസ് സ്റ്റാൻഡിലെത്തി ബസ് കയറി. എൻ്റെ ബസ് വരുന്നുണ്ട്. അങ്ങനെ ഞാൻ കയറി. നിങ്ങളെല്ലാവരും മൈസൂർ പോവുക, കുശാൽ നഗർ കാണുക. അതിന് പുറമെ കൂർഗിൻ്റെ മെയിൻ സെൻ്ററായ മഡ്കേരിയിൽ താമസിക്കുക. നിങ്ങൾക്ക് സ്പൈസസും മേടിക്കാം വീട്ടിലേക്ക്. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം. എൻ്റെ ചാനലിൻ്റെ പേര് ശല്യമോ.